ആളുകൾക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. തെറ്റിദ്ധാരണകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തതാണ് 2026 നമ്മൾ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മിസ്റ്റർ മലപ്പുറം, മിസ്റ്റർ മലബാർ, മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ അങ്ങനെയുള്ള സ്റ്റേജുകളൊക്കെ നമുക്ക് കയറി പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബോഡി ബിൽഡിംഗ് എക്സ്പെൻസീവാണ് അത് വിചാരിച്ചിട്ട് എല്ലാ ബോഡി ബിൽഡറും മീൻസ് അങ്ങനെയല്ല, എല്ലാ ജിമ്മിന് പോകുന്ന ആളുകളും ഈ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി പോകുന്നവരല്ല. അവർക്ക് സാധാരണ രീതിയിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഒന്നും കഴിക്കാതെ നാച്ചുറൽ ഫുഡ് കഴിച്ച് പോകുന്ന ടീംസ് ഉണ്ട്, കുറച്ച് സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായ ചിലവുകൾ വരും. പക്ഷേ ഈ ഞാൻ മുന്നത്തെ ഒരു ലെവലിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാ പരിപാടികളും ചെയ്തിരുന്നൊരു മനുഷ്യനായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു സിഗരറ്റിൻ്റെ പൈസയ്ക്ക് നമുക്ക് ചുരുങ്ങിയതൊരു 3 കോഴിമുട്ട കഴിക്കാം, അല്ലെങ്കിൽ ഒരു 4 കോഴിമുട്ട സുഖസുന്ദരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു സിഗരറ്റ് വലിക്കുന്ന അതിൽ നമുക്ക് 4 കോഴിമുട്ട കഴിക്കാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ദിവസം അടിക്കുന്ന ഒരാളാണെന്നുവെച്ചെങ്കിൽ ചുരുങ്ങി ഇതിൻ്റെ അഭിപ്രായത്തിൽ 250 രൂപ 300 പാർട്ട്ണർഷിപ്പായിട്ട് ഷെയർ ചെയ്ത് അടിക്കുന്നവർക്ക് അങ്ങനെ 300 രൂപ ഏകദേശം വരുന്നുള്ള ഒരു ധാരണയിലുണ്ട്. പിന്നെ അവർ വലിക്കും കൂടി ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചെങ്കിൽ ഒരു 500 രൂപ ഏകദേശം ഇതിന് വേണ്ടി വരും. 500 രൂപയുടെ പകുതി പോലും വേണ്ടി വരില്ല നമുക്കൊരു നല്ല സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് ആളുകൾക്കൊരു തെറ്റിദ്ധാരണയും കളിയാക്കുന്ന രീതിയിലൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ കോമ്പറ്റീഷൻ കഴിപ്പിക്കാൻ കണക്ക് എത്ര രൂപ കടായി. കാരണം ഞാൻ ഇപ്രാവശ്യം ഇറങ്ങുന്നില്ല ചോദിച്ചപ്പോഴാണ് അതിന് കാരണം വന്ന് ഇപ്രാവശ്യം കോമ്പറ്റീഷൻ ഇറങ്ങാൻ തീരുമാനിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിൽ കഴിഞ്ഞതിൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല ബാധ്യത കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇപ്രാവശ്യത്തിൽ അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. അതൊക്കെ ഒന്ന് ക്ലിയറായി വരട്ടെ, അതിനുശേഷം നോക്കാം. കാരണം നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. വെറുതെ വർക്കൗട്ട് ചെയ്യുന്നു, ബോഡി ബിൽഡ് ചെയ്തിട്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റും അതിൻ്റെ ട്രോഫിയൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ നേരം നമുക്ക് പറ്റില്ല. ഒന്നും കണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ബാധ്യതകൾ വെറുതെ കൂട്ടാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രശ്നം ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അവൻ, എത്ര രൂപത്തോളം നിങ്ങൾക്ക് വന്നു ബോഡി ബിൽഡിങ് ചെയ്യാനുള്ളത്? ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 3 ലക്ഷത്തോളം എനിക്ക് വന്നു. കാരണം മിസ്റ്റർ മലപ്പുറം, മിസ്റ്റർ മലബാർ, കേരള, ഇന്ത്യ വരെയൊക്കെ ഏകദേശം 3 ലക്ഷത്തോളം വന്നു. ഇത് ലാസ്റ്റിൽ നമുക്ക് പോയ കേരള വരെ പോയപ്പോഴൊക്കെയാണ് എനിക്ക് ബാധ്യത കയറിയത്. അപ്പോൾ നമുക്ക് കേരള കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലോട്ട് സെലക്ഷൻ കിട്ടി. അപ്പോൾ ആ സെലക്ഷൻ കിട്ടിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞത്. ഇന്ത്യയിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം കഴിയൂല, സാമ്പത്തികമായിട്ട് കഴിയൂല എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ സഹകരിച്ച് ഹെൽപ്പാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൂനെയിലോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്ന് നമ്മളെ നാട്ടിൽ നിന്ന് പൂനെയിൽ വരെ എത്തിച്ചു. കോമ്പറ്റീഷൻ സ്റ്റേജിൽ കയറുക, അത് എന്ത് പ്രൈസ് അടിക്കില്ല എന്നുള്ളതല്ല, ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നീ അത് ഇറങ്ങാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പുഷ് ചെയ്ത് നമ്മൾ പോയത്. അപ്പോൾ എനിക്ക് കറക്റ്റ് 1 മന്ത് ടൈം ഉണ്ടായിരുന്നു ഈ കേരള കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകാനാവില്ല എന്ന് വിചാരിച്ചപ്പോൾ നീ നിൻ്റെ പരിപാടികൾ നോക്കുക, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മളിവിടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ധൈര്യം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഇന്ത്യയിലോട്ട് പോകാൻ തയ്യാറെടുത്തത്. കാരണം കോമ്പറ്റീഷൻ ചെയ്യാതെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് വല്ലാണ്ട് ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇപ്പോൾ പ്ലാനൊന്നുമില്ല, പറഞ്ഞിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ചെയ്യാനുള്ളൊരു പ്ലാനൊന്നുമില്ല. നോക്കാം, എല്ലാ സാഹചര്യങ്ങളും തിരിഞ്ഞ് മറിഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാത്തുള്ള പ്ലാനാണ്. അപ്പോൾ കോമ്പറ്റീഷൻ ചെയ്യാൻ ഇറങ്ങുന്നവരുടെ കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ബോഡി ബിൽഡിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല ഫണ്ട് കൈ കരുതുക, നല്ല ഫണ്ട് വേണം, അല്ലാതെ ഞാൻ ഒരു പരിപാടി നടക്കില്ല. ഓക്കെ.